ഹായ്, ഹലോ, നമസ്കാരം. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മഴയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഇവിടങ്ങളിൽ മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു പോവുക. അപ്പോ നമുക്ക് ഇന്ന് കോസ്റ്റിംഗിന്റെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരുന്നു, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആണ്. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ MCQന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്തു എന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്ന. ആരും ഡൗട്ട്സ് ഒന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഒന്നുമേ പറഞ്ഞില്ല. അപ്പോ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാട്ടോ ഞാൻ ആൻസറിന്റെ സെക്ഷനൊക്കെ ആൻസറിന്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ആരും അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല, പിന്നെ അതിന്റെ ആൻസർ അറിയണമെന്ന് താല്പര്യമില്ല. ടഫ് ഉള്ളത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തതായിട്ടുണ്ടോ, ഇതൊന്നും ആ വീഡിയോയ്ക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. വീഡിയോ കണ്ടവര് കുറച്ചുപേര് കമന്റ് ചെയ്തു എന്നല്ലാതെ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ആൻസർ അറിയാൻ വയ്യായികയോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ MCQ അറ്റൻഡ് ചെയ്തോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ചെയ്തിട്ടുണ്ടെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അതിന്റെ MCQന്റെ ആൻസർ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ വെറുതെ ആ ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിലബസിന്റെ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യക്കാരുണ്ട്, നിങ്ങൾ കുറച്ചു പേര് ചെയ്തു നോക്കി, ചില ആൻസർ നമുക്ക് അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ ചിലത് ഡൗട്ട് ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് എലമെന്റ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന്റെ ടോട്ടൽ കോസ്റ്റിന്റെ ഒരു മുക്കാൽ ഭാഗവും മുക്കാലിൽ അല്ലെങ്കിൽ ഒരു 50% കൂടുതൽ 50%-ലധികവും വരുന്നത് എന്താണ്? ഈ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഓവറോൾ നമ്മുടെ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മെറ്റീരിയൽ കോസ്റ്റിൽ നല്ല രീതിയിൽ ഒരു കൺട്രോൾ നമുക്ക് വേണം. മെറ്റീരിയൽ കോസ്റ്റില് എന്തൊക്കെ തരത്തില് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിൽ നമ്മളൊരു കൺട്രോൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൂട്ടാനായിട്ടും സാധിക്കും. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മെറ്റീരിയൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണ് എന്ത്? മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ബൈ എഫിഷ്യന്റ് ആൻഡ് പ്രോപ്പർ പർച്ചേസിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ കോസ്റ്റ് സെന്റേഴ്സ് ഇൻ appropriate quantities at the proper time and at the right prices. വളരെ വ്യക്തമായിട്ടുള്ള ഒരു മീനിങ് ആണ് ഇവിടെ പറയുന്നത് അല്ലെ. വളരെ നന്നായിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സംഭവം പിടികിട്ടും. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോളിങ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. എങ്ങനെയാണ് മെറ്റീരിയലിന്റെ കോസ്റ്റ്? മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. എങ്ങനെയാണ് മെറ്റീരിയലിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ബൈ എഫിഷ്യന്റ് ആൻഡ് പ്രോപ്പർ പർച്ചേസിങ്. നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യണം? ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. അങ്ങനെ പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. അധികമായാലും കുഴപ്പമാണ്, ഷോർട്ടേജ് ആയാലും കുഴപ്പമാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത്
റൈറ്റ് പ്രൈസിന് റൈറ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽസ് പല ഡിപ്പാർട്ട്മെന്റ്സിന് ആവശ്യാനുസരണം ഇഷ്യൂ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തുകൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽ കൺട്രോൾ. ആ ഒരു പ്രോസസ്സാണ്, ആ എൻറ്റയർ പ്രോസസ്സാണ് എന്ത്? മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ മൊത്തം കാര്യങ്ങളിൽ നമ്മൾ വരുത്തുന്ന, ഈ മൊത്തം കോസ്റ്റുകളിൽ നമ്മൾ വരുത്തുന്ന കൺട്രോളാണ് എന്ത്? മെറ്റീരിയൽ കൺട്രോൾ, കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയി. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അത് വീണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡന്റിഫൈഡ് ഇൻ ദ പ്രോഡക്റ്റ്, ജോബ്, കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു കോസ്റ്റ് യൂണിറ്റിൽ നിന്ന്, ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന, ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഓർഡർലി തന്നെ കണ്ടു പോവുക. അല്ലാതെ ഇടയ്ക്കിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നും. എന്താ ഡയറക്റ്റ് മെറ്റീരിയലിനൊരു എക്സാമ്പിൾ ആണ് ടിമ്പർ. നമ്മൾ പറയുന്നത് ഓർക്കേണ്ട, ഒരു ഫർണിച്ചർ, വുഡൻ ഫർണിച്ചറിൽ ടിമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. കാരണം ടിമ്പർ നമുക്ക് തടി അതിന്റെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല, ഇത് തേക്കിന്റെയാണ്, ഇത് ആഞ്ഞിലിയുടെയാണ്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആ ടിമ്പർ എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ടിമ്പർ എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ടിമ്പർ എന്ന് പറയുന്നത്, ആ തടിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? cannot be traced or identified to a specific job, product, process, department or cost center or cost unit. നമുക്കൊരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് വേറിട്ട്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെന്റർ, കോസ്റ്റ് യൂണിറ്റ്, അതൊക്കെ നമ്മൾ എന്താ കോസ്റ്റ് സെന്റർ, എന്താ കോസ്റ്റ് യൂണിറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് വീണ്ടും ഒരേ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകും. രണ്ടാമത്തെ കാര്യം, വീണ്ടും ഒരേ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം മുതലേ കണ്ട് നിങ്ങൾ ആ ടേംസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇനി കോസ്റ്റ് സെന്റർ എന്താന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാം. അല്ലാതെ നമ്മൾ ഇടയിൽ വരുമ്പോൾ എന്താണ് കോസ്റ്റ് സെന്റർ, എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. കാരണം നമുക്കറിയാലോ എത്ര സബ്ജക്ട്സ് നമുക്ക് എടുക്കാനുള്ളതല്ലേ. ഇത് മാത്രമല്ലല്ലോ, അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും ഒന്നും ഒരു ലെവലാക്കിയിട്ട് വേണം നമുക്ക് അടുത്തതിലോട്ട് കിടക്കാനായിട്ട്. കാരണം എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. ഒന്നും കൂടുതൽ ഒന്ന് കുറവ് അങ്ങനെയല്ല നമ്മൾ ഈ ഒരു എക്സാമിനെ കാണുന്നത്. എല്ലാ സബ്ജക്ട്സിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ എന്തായാലും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ തന്നെ പറഞ്ഞു, ഒരു വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിങ്ങിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന പോളിഷ്, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഗമ്മ്, അവിടെ യൂസ് ചെയ്യുന്ന നെയിൽസ്, ഒരു തടി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? തടി മാത്രം ഉണ്ടെങ്കിൽ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ഫർണിച്ചറാക്കി മാറ്റണമെങ്കിൽ വേറെയും കുറെ സംഭവങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സിങ്ങിൽ, മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ആ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി ഡയറക്റ്റ്ലി നമുക്ക് അതിന്റെ എത്ര മാത്രം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള നേരിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ, ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെറ്റീരിയൽ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ഒബ്ജക്റ്റീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എന്താണ്? റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ റൈറ്റ് ടൈമിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, ഒരു ഇന്ററപ്ഷൻസും ഇല്ലാതെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ റിക്വയർമെന്റ് ഉണ്ട്, മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പൊ ആ മെറ്റീരിയൽ ടൈംലി കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് വേണം? ഒരു മെറ്റീരിയൽ അക്കൗണ്ടിങ് വേണം, മെറ്റീരിയൽ കൺട്രോൾ വേണം, മെറ്റീരിയൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം വേണം. അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽ പർച്ചേസിന്റെ കാര്യം എന്ന് പറയാൻ, റിക്വയർഡ് ക്വാളിറ്റി
അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ഫിക്സഡ്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ഒരു ഡിസൈഡ് ലെവലിൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെറ്റീരിയലിൽ ഒരു കൺട്രോൾ വേണം, കൺട്രോൾ ഉണ്ടായിരിക്കണം. അത് പ്രോപ്പറായിട്ടുള്ള അതിനൊരു ഡേറ്റാസ് വേണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യണം. അപ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ചും ക്വാണ്ടിറ്റിയെക്കുറിച്ചും പ്രൈസിനെ കുറിച്ചും ഒക്കെ ഒരു ഏകദേശ ധാരണകൾ കിട്ടുള്ളൂ അല്ലേ. അതുപോലെ തന്നെ അഷ്യൂർഡ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ സോ ആസ് ടു കീപ് ദ സൈക്കിൾ ഓഫ് പ്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പ്രൊഡക്ഷൻ ഒരു ഇന്ററപ്ഷൻസും ഇല്ലാതെ വിത്തൗട്ട് എനി ഇന്ററപ്ഷൻസ് പ്രൊഡക്ഷൻ സൈക്കിൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്ത് വേണം? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ അവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, മെറ്റീരിയൽസിന്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷന്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ അത് അവോയ്ഡ് ചെയ്യാൻ. ആവശ്യമുള്ളതിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മൾ വീട്ടിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പലചരക്ക് മേടിച്ചു, നമുക്ക് ഇപ്പൊ ഈ മാസത്തേക്കുള്ളതും കൂടെ നെക്സ്റ്റ് മന്തിലേക്കും കൂടെ ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. നല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യും? ആ മെറ്റീരിയലിൽ, അതായത് നമ്മൾ വാങ്ങിച്ച ആ പലചരക്കിലായിട്ട് ഗോതമ്പ് പൊടി ഇത്ര, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിക്ക് 85, അല്ലെങ്കിൽ അരിപ്പൊടിക്ക് ഇത്ര 65, അങ്ങനെ ഓരോ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിലായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കും. നമുക്കത് ആവശ്യമില്ല. നമ്മളിപ്പോൾ അടുത്ത മാസത്തേക്ക് ഈ മാസത്തേക്കുമുണ്ട്, അടുത്ത മാസം പകുതിയോളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് മേടിച്ചാൽ മതി. കാരണം അപ്പൊ ആ ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ. ആ സാധനങ്ങൾ മേടിക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് ആ പൈസ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ബിസിനസിന്റെ കേസിലും. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തായി പോയി? ബ്ലോക്കായി കിടക്കും. വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്കായി കിടക്കുമ്പോൾ നമുക്ക് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ വരും. അതുപോലെ തന്നെ എന്താണ്, മെറ്റീരിയൽ സ്റ്റോറേജിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോളിന്റെ ഭാഗമാണ് ഈ സ്റ്റോറേജ് കൂടുതൽ എഫിഷ്യന്റ് ആക്കുക എന്നുള്ളത് അല്ലേ. അപ്പൊ അത് അങ്ങനെ എന്താണ്, ലോസ് ഡ്യൂറിങ് സ്റ്റോറേജ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ലോ കോസ്റ്റിലുള്ള മെറ്റീരിയൽ, മാക്സിമം ഇക്കണോമിക് ക്വാണ്ടിറ്റി, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഒപ്റ്റിമം ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് പറ്റുക. അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് റിഡക്ഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ, ആവശ്യമുള്ള ക്വാളിറ്റിയിൽ, റൈറ്റ് ക്വാളിറ്റിയിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ടൈമിൽ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാനും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും ഒക്കെ ഈ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, ബെറ്റർ മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഇപ്പൊ മെറ്റീരിയൽസിന്റെ ഇഷ്യൂവിലും കുറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒബ്സലസൻസ് ഓഫ് മെറ്റീരിയൽസ്, അപ്പോൾ ഒരുപാട് പഴകിയ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു എന്താണ് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റാസ് ഉണ്ട്, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം, എത്ര ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്രയാണ് അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കുറെ ചെയ്ത് നമുക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാനേജ്മെന്റ്, ടു പ്രൊവൈഡ് മാനേജ്മെന്റ് വിത്ത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് അവൈലബിലിറ്റി. മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്രയാണ്, അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, റൈറ്റ് ടൈമിൽ നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് എവിടെ നിന്നൊക്കെ സപ്ലൈ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടു മെയിൻറ്റെയിൻ അപ്രോപ്രിയറ്റ് സ്റ്റോക്ക് റെക്കോർഡ്സ്. അപ്പോൾ സ്റ്റോക്ക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോള് വളരെയധികം എന്താണ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വളരെ ഓടിച്ചിട്ടാണ് പറയുന്നത്, കാരണം നിങ്ങൾക്ക് അറിയാലോ ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാതെ നമ്മൾ എങ്ങാനും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കുന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതണമല്ലോ. ഇനി മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു
ഫോർ പ്രോപ്പർ അസർടൈൻമെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിലൊരു കൺട്രോൾ വരുത്താനും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ട്സ് ആവശ്യമാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ അക്കൗണ്ടിങ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ്, സ്റ്റോർഡ്, ഇഷ്യൂഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, എത്രത്തോളം സ്റ്റോർ ചെയ്തു, എത്രത്തോളം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഇപ്പോൾ ഇഷ്യൂ ചെയ്തു, എത്രമാത്രം പ്രൊഡക്ഷന് വേണ്ടി എടുത്തു, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റാസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് സ്റ്റെപ്സ് ഫോർ മെറ്റീരിയൽ കൺട്രോളിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെയാണ് അതിന് സ്റ്റെപ്സ് എന്ന് പറയാം. ആദ്യം നമുക്ക് പർച്ചേസിൽ ഒരു കൺട്രോൾ വരണം, സ്റ്റോഴ്സിൽ ഒരു കൺട്രോൾ വരണം, അതുപോലെ തന്നെ പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഏരിയാസ് എന്ന് പറയുന്നത് പർച്ചേസ് കൺട്രോൾ, സ്റ്റോഴ്സ് കൺട്രോൾ ആൻഡ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് പർച്ചേസ് കൺട്രോൾ ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പർച്ചേസ് കൺട്രോൾ ആണ്. നമ്മൾ പറഞ്ഞല്ലോ മെറ്റീരിയൽ കൺട്രോളിന് പല സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റേജസ് ഉണ്ട്. അതിൽ ഏതൊക്കെ ഭാഗത്താണ് പർച്ചേസ്, സ്റ്റോഴ്സ്, പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ, ഇതിലാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൈറ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ റൈറ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസിങ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെറ്റീരിയൽ പർച്ചേസ് നടത്തിക്കൊണ്ട് അവിടെ എന്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ മനസ്സിലാക്കണമല്ലോ അല്ലെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പർച്ചേസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അപ്പോൾ ഒരു വളരെ വലിയ ബിസിനസ് എന്റർപ്രൈസസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കൊച്ചു സ്ഥാപനമാണെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ല. പക്ഷെ വലിയൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവർക്കായിരിക്കും ഈ ഒരു എല്ലാ ടൈപ്പിലുള്ള മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു ഡ്യൂട്ടി ആർക്കായിരിക്കും, ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. അതുപോലെ തന്നെ അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരായിരിക്കും, പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ ചീഫ് ബയർ എന്ന് പറയാം. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്? അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും, കണ്ടിന്യൂസ് എന്താണ് മെറ്റീരിയൽസ് അല്ലേ, അൺഇന്ററപ്റ്റഡ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയൽ ലഭ്യമാക്കുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പർച്ചേസ് നടത്തുക, കോമ്പറ്റീറ്റീവ്ലി പർച്ചേസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇക്കണോമിക്കൽ പ്രൈസിൽ എന്ത് ചെയ്യുക, പർച്ചേസ് നടത്തുക അല്ലേ. ടെൻഡർ ഒക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കൊട്ടേഷൻസ്, നമുക്ക് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും അതിൽ നിന്ന് കുറേ പേരെ നമ്മൾ ഏറ്റവും നല്ല പ്രൈസ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സപ്ലയറെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, റീസണബിൾ ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാരി വലിച്ച് വാങ്ങിക്കാതെ എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു പർച്ചേസ് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മിനിമത്തിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, ക്വാളിറ്റി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതും വലിയൊരു കാര്യമല്ലേ. മെറ്റീരിയൽ ഇൻഫീരിയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്, പ്രൊഡക്ഷനിലും നഷ്ടം വരും അല്ലേ. അവിടെ പലതരത്തിലുള്ള വേസ്റ്റേജ് വരും, പല മെറ്റീരിയൽസിന്റെ ഡാമേജ്, അങ്ങനെയൊക്കെയുള്ള വേസ്റ്റേജസും ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലേ, സപ്ലയറുമായിട്ട് നല്ലൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ആളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ എന്താ ഗുണം, നമുക്ക് ആവശ്യത്തിന് കണ്ടിന്യൂസ് ആയിട്ടൊരു സപ്ലൈ, നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസിന്റെ സപ്ലൈ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ പലതരത്തിലുള്ള
ഓൾട്ടർനേറ്റീവ് സോഴ്സസ് അല്ലേ, ടു ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് സപ്ലൈ പല ആളുകളുമായിട്ട് പല സപ്ലയേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻ ആകുമ്പോൾ ഒരാൾ ഇപ്പോൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ നമുക്ക് എന്ത് ചെയ്യാം, അയാളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ് മോസ്റ്റ് അഡ്വാൻറ്റേജസ് മെത്തേഡ് ഓഫ് പർച്ചേസ്, അതായത് നമുക്ക് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഏറ്റവും ഫിനാൻഷ്യൽ ലോസ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പർച്ചേസ്, നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡെലിവറി ഇൻഷുർ ചെയ്യുന്ന ഒരു പർച്ചേസ്, നമുക്ക് അങ്ങനെ ഒരു സപ്ലയറെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ദൂരെയുള്ള ആള് അടുത്തുള്ള ആള് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കൊരു സപ്ലയറെ തിരഞ്ഞെടുക്കുക. ഇതൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ സെന്റർ ആയിട്ട് കൂടെ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു എന്താണ് പ്രൈസ്, സപ്ലൈ, അതുപോലെ തന്നെ മോഡ് ഓഫ് ഡെലിവറി, അതുപോലെ തന്നെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ആർക്ക് കൊടുക്കാൻ പറ്റും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്. എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്കൊക്കെ മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം ഇവരുടെ എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ട മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ഒരു പർച്ചേസിങ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ പർച്ചേസസും എന്ത് നടത്തുന്നത് ആരാണ്, ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ഉണ്ട്, അതാണ് പർച്ചേസ് മാനേജർ. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ centralized purchasing means that all the purchases are made by the specialized department for specific purpose of purchasing. ന് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എല്ലാ നമ്മുടെ മൊത്തം ഓർഗനൈസേഷനിലേക്ക് ആവശ്യമുള്ള കമ്പനിയിലേക്ക് ആവശ്യമുള്ള പർച്ചേസുകളൊക്കെ നടത്തുന്നത് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേർ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദ റെസ്പെക്റ്റീവ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു മീറ്റ് ദെയർ മെറ്റീരിയൽ റിക്വയർമെന്റ്. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വലിയ കൺസേണിനെ സംബന്ധിച്ച്, വലിയ സ്ഥാപനങ്ങൾ, വലിയ കമ്പനീസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രൊഡക്ഷൻസ്, ഒരുപാട് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പല സെക്ഷൻസ്, പല ടൈപ്പിലുള്ള പ്രോഡക്റ്റുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒറ്റയ്ക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, റെസ്പെക്റ്റീവ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ അവർ തന്നെ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെ സ്റ്റോർ ഉണ്ടാവും. ആ സ്റ്റോറിൽ അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇതാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, അപ്പൊ അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് പർച്ചേസ് പ്രൊസീജിയർ ആണ്. പർച്ചേസ് എങ്ങനെയാണ് ഒരു പർച്ചേസ് നടക്കുന്നതെന്നുള്ള പ്രൊസീജിയർ ആണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു പർച്ചേസ് റിക്വസിഷൻ എന്ത് ചെയ്യും, കൊടുക്കണം. പർച്ചേസ് റിക്വസിഷൻ കൊടുക്കണം. അപ്പോൾ സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. ഒരു പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നത് ഫോമൽ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആർക്ക് കൊടുക്കും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. അപ്പൊ ഈ പർച്ചേസ് റിക്വസിഷൻ ആർക്കാണ് കൊടുക്കുന്നത്? സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. അപ്പൊ ഇത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് നേരിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് മെറ്റീരിയൽ ആവശ്യമുണ്ടെന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിക്വസിഷൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നത് എങ്കിൽ, റിക്വസിഷൻ കൊടുക്കുന്നതെങ്കിൽ അത് റെഗുലർ പർച്ചേസ് റിക്വസിഷൻ എന്നറിയപ്പെടുന്നു. അതല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് ഇതുപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് റിക്വസിഷൻ കൊടുക്കുന്നതെങ്കിൽ അതെന്താണെന്ന് അറിയപ്പെടുന്നു? സ്പെഷ്യൽ പർച്ചേസ് റിക്വസിഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്തായാലും ഇത് ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്ന ഒരു ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ്. ഇതാണ് പർച്ചേസ് റിക്വസിഷന്റെ ഒരു പ്രൊഫോമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ
നോക്കുക, ഡേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരെണ്ണം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഒരെണ്ണം സ്റ്റോർ കീപ്പർ, അതുപോലെ തന്നെ ഒരെണ്ണം ഫോർ ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രിപ്പയർസ് ഇറ്റ്. അതായത് ആരാണോ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ ആവശ്യം അവർക്ക്. അപ്പോൾ അങ്ങനെ 3 കോപ്പീസ് ആയിട്ടാണ് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനീഷ്യേറ്റിംഗ്, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഒരു പർച്ചേസ് നടത്തുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പർച്ചേസിനുള്ള എന്ത് കൊടുക്കുക? ഒരു റിക്വസിഷൻ കൊടുക്കുക. പിന്നെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റിങ്ങിന് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓൾ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് നീഡഡ് ഫോർ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓർ പ്രോഡക്റ്റ് ഓർ വർക്ക് ഓർഡർ. ഒരു വർക്ക് നടത്താൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏതൊക്കെ ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് ആവശ്യം എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡേറ്റാസ് അടങ്ങുന്ന, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിസ്റ്റാണ് എന്ത്? ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, മറ്റ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ 5 കോപ്പീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് കോസ്റ്റ് ഓഫീസ് ആൻഡ് ദ ഓഫീസ് കോപ്പീസ് റീറ്റെയിൻഡ് ഫോർ റെഫറൻസ്. അപ്പോൾ ഇങ്ങനെ 5 കോപ്പി ആയിട്ട് ഈ ബിൽ ഓഫ് മെറ്റീരിയൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു സബായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ പർച്ചേസ് പ്രൊസീജിയറിൽ ആദ്യത്തെ ഇനീഷ്യേറ്റിംഗ് പർച്ചേസ് റിക്വസിഷൻ, ആദ്യം പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും. ആർക്ക് കൊടുക്കും? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. അടുത്ത എന്താണ്? ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ആൻഡ് സെലക്ടിംഗ് സപ്ലയേഴ്സ്. ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ആൻഡ് സെലക്ടിംഗ് സപ്ലയേഴ്സ് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് യൂഷ്വലി എന്ത് ചെയ്യും? ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സിന്റെ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്യും? ഒരു ടെൻഡർ കൊട്ടേഷൻസ് എന്ത് ചെയ്യും? ഇൻവൈറ്റ് ചെയ്യും. ഈ കൊട്ടേഷൻസ് പറഞ്ഞാൽ എന്താ? നമുക്ക് അനുയോജ്യമായിട്ടുള്ള, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കൊട്ടേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സപ്ലയേഴ്സിനൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് പ്രൈസ് എന്ത് ചെയ്യാം? അവരുടെ റിക്വസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ അനുയോജ്യമായിട്ടുള്ള ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യും? ഒരു സപ്ലയറെ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഒരുപാട് സപ്ലയേഴ്സ് ഇതുപോലെ നമ്മൾ പ്രൈസ് കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊട്ടേഷൻ ഒരുപാട് പേര് നമുക്ക് അവര് എന്ത് ചെയ്യും? അവരുടെ പ്രൈസിൽ നമുക്ക് ഇത്ര രൂപയ്ക്ക് സപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് അവർ തരും. അപ്പം നമ്മൾ അതിൽ അനുയോജ്യമായിട്ടുള്ള ഒരു സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്യും. ഇനി അടുത്തത് എന്താണ്? പ്ലേസിങ് ദ പർച്ചേസ് ഓർഡർ. നമ്മൾ കൊട്ടേഷനൊക്കെ ഇൻവൈറ്റ് ചെയ്തു, നമുക്കൊരു നല്ലൊരു സപ്ലയറെ കിട്ടി. അടുത്ത സ്റ്റേജ് എന്താണ്? നമ്മൾ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഫോമൽ ഓർഡർ ആണ്. ഫോമൽ ഓർഡർ ആർക്ക് കൊടുക്കും? പർച്ചേസ് ഓർഡർ ഈസ് എ ഫോമൽ ഓർഡർ, ഒരു ഓർഡർ ആണ്. പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലയർ ആസ് പെർ ദ സ്പെസിഫിക്കേഷൻസ് ഫിക്സ്ഡ്. അപ്പോൾ എന്ത് രീതിയിലാണ് നമ്മൾ പർച്ചേസ്, എത്ര മെറ്റീരിയൽ, എത്ര ക്വാണ്ടിറ്റി, ഏത് പ്രൈസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനുയോജ്യ രീതിയിലുള്ള സപ്ലയർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്, ഒരു റിട്ടേൺ ഓതറൈസേഷൻ ആണ്. ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്തു കൊള്ളാം എന്നുള്ള ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. ബയ്യർ ആൻഡ് സപ്ലയർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞ 5 കോപ്പീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കോപ്പി നമ്മൾ സപ്ലയർക്ക് കൊടുക്കും, ഒരു കോപ്പി നമ്മൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. അതുപോലെ 3rd കോപ്പി എന്ന് പറയുന്നത് ആരാണോ പർച്ചേസ് റിക്വസിഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും. 4th വൺ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ലാസ്റ്റത്തെ ഒരു കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ സൂക്ഷിക്കും. അപ്പോൾ പർച്ചേസ് ഓർഡർ 5 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പർച്ചേസ് റിക്വസിഷൻ ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിൽ ഓഫ് മെറ്റീരിയൽ 5 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇനീഷ്യേറ്റിംഗ് പർച്ചേസ് റിക്വസിഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ആൻഡ് സെലക്ടിംഗ് സപ്ലയേഴ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്ലേസിംഗ് ദ പർച്ചേസ് ഓർഡർ. നാലാമത്തെ സ്റ്റെപ്പാണ് റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ടിംഗ്
മെറ്റീരിയൽസ്. അപ്പോൾ ഇതാണ് പർച്ചേസ് ഓർഡറിന്റെ ഒരു പെർഫോമ കേട്ടോ. ഇതൊരു സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നമുക്ക് അതിന്റെ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. അപ്പോൾ റിസീവിങ് ആൻഡ് ഇൻസ്പെക്ടിങ് മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് സാധനം ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ സാധനം വരുമ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു സെപ്പറേറ്റ് റെസിപ്റ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. അവര് റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻസ്പെക്ഷൻ നടത്തും. ഇത് കറക്റ്റ് ആണോ, ഇതിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ, പറഞ്ഞ അളവിൽ നമ്മൾ പർച്ചേസ് ഓർഡർ വെച്ചിട്ട് നമ്മൾ നോക്കും, നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലാണോ സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും. ഗുഡ്സ് റിസീവിംഗ് ക്ലർക്ക് എൻറ്റേഴ്സ് ഓൾ ഡീറ്റെയിൽസ് ഇൻ ദ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൽ എൻറ്റർ ചെയ്യും. അപ്പോൾ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ്സ് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരാണോ റിസീവ് ചെയ്യുന്നത്, ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യുമല്ലോ, ആ ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് GRN എന്ന് പറയുന്നത്. എത്ര ഗുഡ്സ് ആണ് റിസീവ് ചെയ്തത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിൽ എൻറ്റർ ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്ത് ചെയ്യും, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. അപ്പോൾ GRN എന്ന് പറയുന്നത് 5 കോപ്പി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, 5 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കോപ്പി റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഒരു കോപ്പി സ്റ്റോർ കീപ്പർ, ഒരു കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു കോപ്പി അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊരു കോപ്പി മെറ്റീരിയൽ ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ കീപ്പ് ചെയ്യും. അതായത് നിലവിൽ റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ആരാണോ ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവരാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ 4ാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പർച്ചേസിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ടിങ് മെറ്റീരിയൽസ്. അടുത്ത എന്താണ്, ഇതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ടിന്റെ പെർഫോം ഇതാണ്. ഇനി അടുത്ത എന്താണ്, മേക്കിംഗ് പേയ്മെന്റ്. അടുത്ത എന്താണ്, പേയ്മെന്റ് നടത്തുക എന്നുള്ളത് അല്ലേ. അപ്പൊ പേയ്മെന്റിന്റെ സെക്ഷൻ ആരായിരിക്കും, ക്യാഷ്യർ ആയിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. അതിനു മുമ്പ് ഈ പറഞ്ഞ ഇതൊക്കെ ഇൻവോയ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, അക്കൗണ്ടിങ് സെക്ഷൻ എന്ത് ചെയ്യും, ഇത് കറക്റ്റ് ആയിട്ടാണോ പർച്ചേസ് നടത്തിയിരിക്കുന്നത്, ഇൻവോയ്സിൽ പറഞ്ഞ അത്രയും ഗുഡ്സ് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, ഏത് പ്രൈസിനാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കി ചെക്ക് ചെയ്തതിന് ശേഷം ആ വെരിഫൈഡ് ഇൻവോയ്സ് എന്ത് ചെയ്യും, പാസ്സാക്കും. എന്നിട്ട് പാസ് ദ ബിൽ ഫോർ പേയ്മെന്റ്. അങ്ങനെ എന്ത് ചെയ്യും, ആ ബില്ല് കിട്ടി കഴിയുമ്പോൾ ക്യാഷ്യർ എന്ത് ചെയ്യും, പേയ്മെന്റ് നടത്തും. ഇത്രയാണ് പർച്ചേസിങ്ങിന്റെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. ഞാൻ വളരെ സ്പീഡിലാണ് പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ ബികോം പഠിച്ച എല്ലാവർക്കും ഇതൊന്നും ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ അവർക്ക് മൈൻഡിൽ ഇരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ. അപ്പൊ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക. ഇനി എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കാതെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ പോയി വിട്ടടിച്ചു പോയാലാണ് നമുക്ക് നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം, എല്ലാവരും ഒപ്പം നന്നായിട്ട് പഠിക്കണം. വരുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. വ്യൂസ് കുറഞ്ഞത് കൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു ഫിനാൻഷ്യൽ മോട്ടീവോടുകൂടി എടുക്കുന്നതല്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നവർ കുറയുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ട്. എല്ലാവരും ഒപ്പം വരണം എന്ന് ഞാൻ എപ്പോഴും പറയും, പക്ഷെ ഇതുവരെ ആരും ഒപ്പം എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒപ്പം പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്